ഇന്ന് 26 ചൊവ്വാഴ്ച 2015 മെയ് മലയാള മാസം 1190 എടവം 12. പ്രധാനപ്പെട്ട ഒരു ന്യൂസിലേക്ക് പോകുകയാണെങ്കിൽ UDF അങ്കലാപ്പിൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. മാണിക്കെതിരെ കുറ്റപത്രം വരുമെന്ന് ആശങ്ക. ബാർക്കോഴയെ കുറിച്ചുള്ള ന്യൂസാണ്. ബാർക്കോഴ കേസ് അന്വേഷണം അന്തിമഘട്ടത്തിലായിരിക്കെ ആശങ്കയോടെ UDF ബാർ ഉടമകൾ നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചതോടെ കേസുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വമെല്ലാം അവസാനിച്ചു. 1-2 ദിവസത്തിനകം റിപ്പോർട്ട് അയക്കും. റിപ്പോർട്ട് എതിരായാൽ കേരള കോൺഗ്രസിന് 2-1 തീരുമാനിക്കേണ്ടി വരും. സ്വന്തം സർക്കാർ തന്നെ കുറ്റപത്രം നൽകുന്ന സ്ഥിതി ഉണ്ടായാൽ സർക്കാരിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും. UDFന്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്ന ചോദ്യത്തിനാണ് വിജിലൻസ് റിപ്പോർട്ട് ഉത്തരം നൽകുക. മന്ത്രി KM മാണിക്കെതിരെ കുറ്റപത്രം വരുമോ എന്ന കാര്യത്തിലാണ് UDF കക്ഷികൾക്ക് ആശങ്ക. അദ്ദേഹത്തിന് പണം നൽകിയെന്ന് പറയുന്നവർ ആരും തന്നെ അത് ശരിവെച്ച് മൊഴി നൽകിയിട്ടില്ല. ആരോപണം ഉന്നയിച്ച ബിജു രമേശും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമാണ് കാര്യമായി എതിർമൊഴി നൽകിയത്. അതുകൊണ്ട് തന്നെ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് മന്ത്രി മാണിക്കെതിരാകില്ലെന്നാണ് ഭരണ നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് പോയിരിക്കുന്നത്. എന്തായാലും ഒരു കാർട്ടൂണൊക്കെ കൊടുത്തിട്ടുണ്ട്. മാണിച്ചിരിക്കാനും കരയാനും വയ്യാത്ത അവസ്ഥയിൽ കോടിയേരി എന്ന് പറഞ്ഞിട്ടുള്ള കൂടെ തന്നെ ഒരു കാർട്ടൂൺ, ഹീറ്റ് വേവ് എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂണൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതുപോലെ മറ്റൊരു ന്യൂസിലേക്ക് പോകുകയാണെങ്കിൽ രാജ്യത്തെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ല മോദി. സർക്കാരിന്റെ 1-ാം വാർഷികത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മോദി. മധുര രാജ്യത്തെ കൊള്ളയടിച്ചവരുടെ റിമോട്ട് കൺട്രോൾ ഭരണത്തിന് അറുതി വരുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA സർക്കാരിന്റെ 1-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ സംഘടിപ്പിച്ച ആദ്യ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയായിരുന്നു മോദിയുടെ പ്രസംഗം. ഞാനും മോഷ്ടിക്കാം, നീയും മോഷ്ടിക്കൂ, മോഷ്ടിച്ച് മുന്നേറാം എന്നതായിരുന്നു പഴക്കാലത്തെ സ്ഥിതി. കോൺഗ്രസ് നേതൃത്വം കൊടുത്ത സർക്കാരിനെ പരിഹസിച്ച് മോദി കത്തിക്കയറി. മധുരയിലെ ചന്ദ്രപാൻ ഗ്രാമത്തിലായിരുന്നു 1-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള റാലിയും പൊതുസമ്മേളനവും എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത് CBSE 12-ാം ക്ലാസ് 1-2 സ്ഥാനങ്ങൾ മലയാളികൾക്ക് എന്നൊരു ന്യൂസാണുള്ളത്. CBSE +2 CBSE 12-ാം ക്ലാസ് പരീക്ഷയിൽ ആദ്യ 2 റാങ്കുകൾ മലയാളികൾക്ക്. ഡൽഹി സാകേത് ന്യൂ ഗ്രീൻഫീൽഡ് സ്കൂൾ വിദ്യാർത്ഥിനിയും തിരുവനന്തപുരം കരമന സ്വദേശിയുമായ M ഗായത്രിയാണ് ദേശീയ തലത്തിൽ 500-ൽ 496 മാർക്ക് നേടി ഒന്നാമതെത്തിയത്. ഡൽഹി പുഷ്പവിഹാർ സെക്ടറിൽ 4-ൽ S മോഹൻ ലക്ഷ്മി ദമ്പതികളുടെ മകളാണ് ഗായത്രി. 99.20% മാർക്ക് നേടി തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ അർജുൻ ബാൽ ഗോവിന്ദ് രണ്ടാമതെത്തി. 495 മാർക്ക് തിരുവനന്തപുരം മേഖലയിലെ ഏറ്റവും ഉയർന്ന മാർക്കാണിത്. ഇന്ത്യൻ നേവിയിൽ കമാൻഡറായിരുന്ന ബാൽ ഗോവിന്ദ് കുഞ്ഞിരാമന്റെയും സിവിൽ എഞ്ചിനീയറായ സുജാതയുടെയും മകനാണ് അർജുൻ എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ്, സ്വകാര്യ എയ്ഡഡ് കോളേജുകളിലെ നിയമനങ്ങളിൽ SC/ST സംവരണം പാലിക്കണം കോടതി. ന്യൂനപക്ഷ സ്ഥാപനങ്ങളല്ലാത്ത സ്വകാര്യ എയ്ഡഡ് കോളേജുകളിൽ അധ്യാപക നിയമനങ്ങളിൽ SC/ST സംവരണം പാലിക്കണമെന്ന് ഹൈക്കോടതി. ഭരണഘടന അനുശാസിക്കുന്ന സംവരണം നടപ്പാക്കാൻ ബാധ്യതയുള്ളതിനാൽ 6 മാസത്തിനകം കേരളത്തിലെ സർവകലാശാലകൾ ഇതിനായി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണം. നിയമനങ്ങൾ അതുപ്രകാരം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ന്യൂസ്, 8-ാം ക്ലാസ് വരെ വിദ്യാർത്ഥികളെ തോൽപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഹൈക്കോടതി കണ്ടൊരു ന്യൂസാണ്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമമനുസരിച്ച് വിദ്യാർത്ഥികളെ 8-ാം ക്ലാസ് വരെ തോൽപ്പിക്കാനാവില്ലെന്നും ജയിക്കാനുള്ള അക്കാദമിക നിലവാരം കുട്ടിക്ക് കിട്ടുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസ പരിശീലനം നൽകുന്നതിൽ സ്കൂളിന്റെ പരാജയമാണിതെന്നും ഹൈക്കോടതി. 8 വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൽ ഏതെങ്കിലും ക്ലാസ്സിൽ തോൽപ്പിക്കാനോ സ്കൂളിൽ നിന്നും പുറത്താക്കാനോ പാടില്ല. 8 വരെ ക്ലാസ്സുകളിൽ കുട്ടിയുടെ അക്കാദമിക പ്രകടനം പ്രസക്തമല്ലെന്നും കോടതി വ്യക്തമാക്കി എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഹാപ്പി ന്യൂസ് ആണ് അല്ലെ. 8-ാം ക്ലാസ് വരെ നമുക്ക് ഇനി നോക്കൊന്നും വേണ്ട, പഠിത്തത്തിലൊന്നും വലുതില്ലെന്നാ പറഞ്ഞത്, തോൽപ്പിക്കുകയില്ല. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും എല്ലാവർക്കും. അതുപോലെ മറ്റൊരു ന്യൂസ് ഉള്ളത്, പയ്യാമ്പലത്ത് 2 കുട്ടികൾ കടലിൽ മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ്. കണ്ണൂർ അവധിക്കാല ആഘോഷത്തിന് പയ്യാമ്പലം കടപ്പുറത്തെത്തിയ കുട്ടികൾ മുങ്ങി മരിച്ചു. തിങ്കളാഴ്ച 2 മണിയോടെയായിരുന്നു സംഭവം. കൂട്ടുകാർക്കൊപ്പം പയ്യമ്പലത്തിലെത്തിയ ചാലാട് ജയന്തി റോഡിലെ റിസ്വാൻ, അതുപോലെ ഷിനാസ് എന്നിവരാണ് മുങ്ങി മരിച്ചത്. റിസ്വാൻ അഴീക്കോട് ഹൈസ്കൂൾ 10-ാം തരം വിദ്യാർത്ഥിയാണ്. ഷിനാസ് ചാലാട് ഗവൺമെന്റ് UP സ്കൂൾ 7-ാം തരം വിദ്യാർത്ഥിനിയും
പ്രധാന തീരത്തു നിന്നും ഏറെ മാറി പള്ളിയാമൂലം ഭാഗത്താണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത്. ഒറ്റപ്പെട്ട സ്ഥലത്ത് കുളിക്കാൻ ഇറങ്ങിയതിനാലാണ് അപകടം, ആരും കാണാതെ പോയത് എന്നും കൊടുത്തിരിക്കുന്നു. അതുപോലെ മറ്റു ന്യൂസ് നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോകുകയാണെങ്കിൽ കൊടുത്തിരിക്കുന്നു IPL അലയൊലികൾ എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത് ഓരോ കളിയും ഞങ്ങൾക്ക് ഫൈനലായിരുന്നു രോഹിത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യത്തെ 6 മത്സരങ്ങളിൽ 5ലും തോറ്റ മുംബൈ ഇന്ത്യൻസ് എങ്ങനെയാണ് കിരീടവുമായി മടങ്ങിയത്? പ്രാഥമിക റൗണ്ടിലെ 5 മത്സരങ്ങൾ തോറ്റ ശേഷം കളിച്ച ഓരോ മത്സരവും ഞങ്ങൾക്ക് ഫൈനലായിരുന്നുവെന്ന് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. പിന്നീടുള്ള 8 കളികളിൽ 7ലും ജയിച്ചാണ് മുംബൈ 2ാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്ക് കടന്നത്. ഇവിടെ ആദ്യ മത്സരത്തിൽ ചെന്നൈയെ തോൽപ്പിച്ച് ഫൈനലെത്തുന്ന ആദ്യ ടീമായി. ഫൈനലിൽ 41 റൺസിന് ചെന്നൈയെ തകർത്ത് 2ാം തവണയും IPL കിരീടം സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ലെൻഡൽ സിമൺസിന്റെയും രോഹിത് ശർമ്മയുടെയും വെടിക്കെട്ടിൽ 202 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തിയപ്പോൾ ചെന്നൈയുടെ മറുപടി 161 റൺസിൽ അവസാനിച്ചു എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസിലത് ഷറപ്പോവ ബർഡിഷ് 2ാം റൗണ്ടിൽ എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. പാരീസ് നിലവിലെ ചാമ്പ്യനും 2ാം സീഡുമായ റഷ്യയുടെ മരിയ ഷറപ്പോവ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗം 2ാം റൗണ്ടിൽ കടന്നു. തിങ്കളാഴ്ച നടന്ന കളിയിൽ ഷറപ്പോവ എസ്തോണിയൻ താരം കായ കനോപ്പിയെ നേരിടാനുള്ള സെറ്റുകളിൽ പരാജയപ്പെടുത്തി 6-3, 6-4. 2012 ഇവിടെ ക്വാർട്ടറിലെത്തിയ താരമാണ് കനേപ്പി എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റ് ന്യൂസുകളിലേക്ക് പോകുകയാണെങ്കിൽ ഗൾഫിലെ ഒരു ന്യൂസ് ഉള്ളത് മൂട്ടയെ കൊല്ലാൻ വിഷപ്രയോഗം, മലയാളികൾ ഊരാക്കുടുക്കിൽ എന്നും പറഞ്ഞൊരു ന്യൂസാണുള്ളത്. മൂട്ടയെ കൊല്ലാനായി വിഷപ്രയോഗം നടത്തുമ്പോൾ ജോൺസണും കൂട്ടുകാരനുമായ ബിജുമോനും മറ്റൊന്നും ഓർത്തിരുന്നില്ല. വിഷവാതകം ശ്വസിച്ച് അടുത്ത മുറിയിലെ 2 ഫിലിപ്പൈൻ പൗരന്മാർ മരിച്ചു. ഈ കേസിലെ കോടതി വിധികെട്ട് പകച്ചു നിൽക്കുകയാണ് ഇരുവരും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് ജോൺസൺ അടക്കം 4 പേർ കുറ്റക്കാരാണെന്ന് ദുബായ് ക്രിമിനൽ കോടതിയുടെ കണ്ടെത്തൽ. മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 4 ലക്ഷം ദിർഹവും തടവ് ശിക്ഷയുമാണ് ഇവർക്കെതിരെ കോടതി വിധിച്ചിരിക്കുന്നത്. ഈ കേസിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന വേവലാതിയിൽ ഓടി നടക്കുകയാണ് ഇവർ. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് അറിവില്ലായ്മയുടെ ഫലമായി കണ്ണൂർ പാടിയൊട്ടുചാൽ സ്വദേശി VP ജോൺസൺ അൽക്കിസൈസിലെ ബാച്ചിലേഴ്സ് റൂമിൽ മൂട്ടയെ കൊല്ലാനായി മരുന്നുവെച്ചത്. ശക്തമായ ഫോസ്പിൻ വിഷാംശം കലർന്ന ബോംബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്യാസായിരുന്നു ജോൺസൺ പ്രയോഗിച്ചത്. ഇതിന്റെ വിഷാംശം ശ്വസിക്കേണ്ടി വന്നതിനാൽ തൊട്ടടുത്ത മുറിയിൽ താമസിക്കുകയായിരുന്ന ഫിലിപ്പൈൻ സ്വദേശികളായ അച്ഛനും മകളും മരിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ സഹായ അഭ്യർത്ഥനയുമായി UAE മലയാളികളെ സമീപിക്കുകയാണ് ഇരുവരും എന്നും പറഞ്ഞിട്ടാണ് ഇതിന്റെ ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റ് ഗൾഫ് ന്യൂസിലേക്ക് പോകുകയാണെങ്കിൽ വിമാനത്താവള നിർമ്മാണം 1000 അനധികൃത തൊഴിലാളികൾ പിടിയിൽ എന്നൊരു ന്യൂസാണ്. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിന്റെ ജോലികൾ ചെയ്യുകയായിരുന്ന 1000 അനധികൃത വിദേശ തൊഴിലാളികൾ അറസ്റ്റിൽ. മാനവശേഷി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം അറിയിച്ചത്. തൊഴിലാളികൾ രാജ്യത്തിന്റെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതായി അധികൃതർ വ്യക്തമാക്കി. അനധികൃത തൊഴിലാളികളെ കൊണ്ടുവന്ന കമ്പനികൾക്ക് പിഴ ചുമത്തുമെന്നും പിടിക്കപ്പെട്ടവരെ നാടുകടത്തുമെന്നും മാനവശേഷി മന്ത്രാലയത്തിലെ ലേബർ വെൽഫെയർ ഡയറക്ടർ അറിയിച്ചു എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു ന്യൂസ് ഹുക്കൂമി 3 അടുത്ത വർഷം ആദ്യത്തിൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഖത്തറിന്റെ ഗൂഗിൾ എന്ന വിശേഷണം. ദോഹ ഖത്തർ പുതിയൊരു ഹുക്കൂമി വെബ് പോർട്ടൽ കൂടി ആരംഭിക്കുന്നു. ഹുക്കൂമി 3 എന്ന പേരിൽ അടുത്ത വർഷം ആദ്യത്തോടെ പുതിയ പോർട്ടൽ ആരംഭിക്കും. ഹുക്കൂമി മൊബൈൽ ആപ്ലിക്കേഷന്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയമായ ICT ഖത്തറിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം ആദ്യ പാദത്തിൽ തന്നെ ഹുക്കൂമി 3 സജ്ജമാകുമെന്ന് ICT ഖത്തർ ഗവൺമെന്റ് പോർട്ടൽ ഡിപ്പാർട്ട്മെന്റ് മാനേജർ തരീഖ് അൽമാദി ചൂണ്ടിക്കാട്ടി എന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അതുപോലെ മറ്റൊരു ന്യൂസ് ഫുട്ബോൾ കളിക്കിടെ ഹൃദയസ്തംഭനമുണ്ടായി 16കാരൻ മരിച്ചു എന്നൊരു ന്യൂസാണ്. മനാമ ഫുട്ബോൾ മത്സരത്തിനിടെ ഹൃദയസ്തംഭനമുണ്ടായി അബോധാവസ്ഥയിൽ കഴിയുകയായിരുന്ന ബഹ്റൈനുകാരനായ 16കാരൻ ഒടുവിൽ മരണത്തിനു കീഴടങ്ങി. അലി ജവാദ് ആണ് മരിച്ചത്. അപകടം സംഭവിച്ചപ്പോൾ ലഭിച്ച പ്രഥമ ചികിത്സയെ തുടർന്ന് ജീവൻ തിരിച്ചുകിട്ടിയ അലി ജവാദ് BDF ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഫുട്ബോൾ കളിക്കിടെയാണ് ജവാദിന് അപകടമുണ്ടായത് എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്.
അതുപോലെ മറ്റ് ഗൾഫ് ന്യൂസിലേക്ക് പോകുകയാണെങ്കിൽ മറ്റ് ന്യൂസ് ഉള്ളത് നമ്മളുടെ മെയിനായിട്ടുള്ളത് ഇവിടുത്തെ ഗൾഫ് എല്ലാ പത്രങ്ങളും കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ സ്കൂളുകൾക്ക് മിന്നും വിജയം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. ഒരുപാട് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. CBSE +2 പരീക്ഷയിൽ വിജയിച്ച കുട്ടികളുടെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. ദുബായ് CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ സ്കൂളുകൾക്ക് ഉജ്ജ്വല വിജയം. 100% വിജയം നേടിയത് കൂടാതെ പല സ്കൂളുകളിലും ഒട്ടേറെ വിദ്യാർത്ഥികൾ 90%-ലേറെ നേടി വിജയ തിളക്കമേറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ സ്കൂളും കൊടുത്തിട്ടുണ്ട്. ദുബായ് ഇന്ത്യൻ സ്കൂൾ, മൂലധന ഇന്ത്യൻ സ്കൂൾ, ദുബായ് ഗൾഫ് ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്കൂളിനെ കുറിച്ചിട്ടും അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ കുട്ടികളുടെ ഫോട്ടോസും ഇതിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ഇതുള്ളത് ഫീസ് വർധനയ്ക്ക് അപേക്ഷ നൽകി 35 സ്വകാര്യ സ്കൂളുകൾ എന്നൊരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. അബുദാബി, ദുബായ് എമിറേറ്റിൽ 35 സ്വകാര്യ സ്കൂളുകൾ ഫീസ് വർധനയ്ക്ക് അപേക്ഷ നൽകി. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സ്കൂൾ പരിശോധനാ ഫലം പ്രഖ്യാപിച്ച ശേഷമാണ് വർധനയ്ക്കായി അപേക്ഷ നൽകിയത്. ഫീസ് വർധനയ്ക്ക് അപേക്ഷ നൽകാനുള്ള സമയപരിധി 30 ദിവസമായാണ് നിശ്ചയിച്ചതെന്ന് KHDA സിസ്റ്റം ആൻഡ് കൺട്രോൾ ഡയറക്ടർ അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തു. അതുപോലെ മറ്റ് ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ന്യൂസ് ഉള്ളത് ഒമാൻ തീരത്ത് ഇന്ത്യൻ പായ്ക്കപ്പൽ മുങ്ങി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണുള്ളത്. മസ്കറ്റ്, ഒമാൻ തീരത്ത് ഇന്ത്യൻ പായ്ക്കപ്പൽ മുങ്ങിയതായി റിപ്പോർട്ട്. സലാലയ്ക്ക് സമീപം ഞായറാഴ്ച വൈകിട്ടാണ് സംഭവമെന്ന് ഒരു മാരിടൈം അധികൃതർ അറിയിച്ചു. സലാല തുറമുഖത്തേക്ക് വരുന്ന മറ്റൊരു കപ്പലാണ് അപകട വിവരം അറിയിച്ചത്. കപ്പലിൽ ഉണ്ടായിരുന്ന 11 നാവികരെ മറ്റൊരു കപ്പൽ രക്ഷപ്പെടുത്തി. ദുബായിൽ നിന്ന് ബസോസിയോയിലേക്ക് പോകുന്ന നൂർ ഗരീബ് എന്ന കപ്പലാണ് സലാല തീരത്തു നിന്നും 30 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽ പെട്ടത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മറ്റ് ന്യൂസിലേക്ക് പോകുകയാണെങ്കിൽ ഗ്രോസറിയിൽ കവർച്ച പതിവാക്കിയ 4 അംഗ സംഘം പിടിയിലെന്നും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അബുദാബിയിലാണ് ഗ്രോസറികളിൽ കവർച്ച പതിവാക്കിയ 4 അംഗ സംഘത്തെ പോലീസ് പിടികൂടി. പടിഞ്ഞാറൻ പ്രവിശ്യയിൽപ്പെട്ട റുവൈസ്, ലിവ, ഗയാത്തി എന്നിവിടങ്ങളിലെ ഗ്രോസറികളിൽ മോഷണം സ്ഥിരമാക്കിയ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ഗ്രോസറികളിൽ നിന്നായി ഇവർ വൻതുക മോഷണം നടത്തിയതായി അബുദാബി പോലീസ് പടിഞ്ഞാറൻ പ്രവിശ്യ ഡയറക്ടർ ബ്രിഗേഡിയർ ഉജൈൽ അലി അബ്ദുള്ള അൽ ജുനൈബി വ്യക്തമാക്കി. ഏഷ്യൻ വംശജനായ തൊഴിലാളികളാണ് പിടിയിലായത് എന്നും പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഗൾഫിലെ വാർത്തയും വായിച്ചു, നാട്ടിലെ വാർത്തയും സ്പോർട്സ് വാർത്തകളൊക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഹലോ ഗുഡ് മോർണിംഗിന്റെ സമയം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് നാളെ പത്രവാർത്തകളിലൂടെയും ഒരു പുതിയ സ്ഥലം പരിചയപ്പെടുത്താനൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.